നമ്മളെ ജോലിക്കനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മളൊരു മലയാളിന്റെ ജോലി നിങ്ങൾക്ക് അറിയാം, ഒരു ഇസ്തിരി ചുളിയാത്ത പണിയാണ് ഒരു 99% മലയാളികൾ ഏർപ്പാട്. അതിന് ഒരു രാവിലെ 3 വെള്ളപ്പം 4 വെള്ളപ്പം തിന്നേണ്ട ഒരു ആവശ്യമില്ല. ഒരു അര ദോശ 1 ദോശ തിന്നാൽ മതി നമ്മളെ പണിക്കനുസരിച്ച്. ഉച്ചക്ക് 1 കപ്പ് ചോറ് തിന്നാൽ മതി. ഞാൻ പറഞ്ഞ ആ ചോറിന്റെ പാത്രം ഉണ്ടല്ലോ ഹോട്ടലിലൊക്കെ കിട്ടണേ, അങ്ങനെ തല തിരിച്ചു വെക്കണം എന്നാണ്. അതിൽ കൂട്ടാണ്ടിനോടുത്ത് ചോറിട്ടാൽ മതി, മറ്റേ സാധനങ്ങളൊക്കെ ചോറിടുന്നോടുത്ത് വെച്ചാൽ മതി. അത്ര കുറച്ച് തിന്നേണ്ട ആവശ്യം അതിനുള്ള പണി നമ്മൾ എടുക്കണുള്ളൂ. നമ്മൾ തിന്നുന്ന അണ്ണാച്ചിയാളമാരും പണി നമ്മൾ അറബിയാളമാരിയാണ്. ഇപ്പോ നേരെ ഉൾട്ടയൊക്കെയാണ്. സാറിന് ഒരു ഹോട്ടലിലൊക്കെ ചെന്നാൽ തമിഴന്മാരാണ് ചോറൊക്കെ തിന്നതാണ് നമ്മൾ ബേജാറാകുക. നമ്മളങ്ങനെ തിന്നു, പക്ഷെ പണി നമ്മൾ എടുക്കില്ല. അതിനനുസരിച്ച് പണി എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ജോലിക്കനുസരിച്ചുള്ള ഭക്ഷണം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ കഴിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ബോധം നമ്മളെ വീട്ടിലുണ്ട്. അപ്പൊ സാധാരണ നമ്മൾ എന്താ ഈ കുട്ടികളൊക്കെ സ്ത്രീകൾ എല്ല് പൊട്ടിയൊക്കെ കൊണ്ടുവരുമ്പോൾ പറയും, അവസാനം ഒക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് ഒരു ടോണിക് എഴുതി തരുമോ ചോദിച്ചു. എന്തിന്? തീറ്റ ഉണ്ടാകും. ഇങ്ങനെ നിൽക്കുന്ന കുട്ടിക്ക് പിന്നെയും തീറ്റ ഉണ്ടാകും. അവർ ഈ കുട്ടി അത്യാവശ്യം തടി ഉണ്ടല്ലോ, ഇല്ല അത് തീരെ തടിയില്ല, എന്റെ ഭർത്താവിന്റെ അനിയന്റെ മോനൊക്കെ ഭയങ്കര വണ്ണാണ്, എന്താ ഓലയിറ്റ് അവര് മത്സരിക്കണത്. അപ്പൊ ഏത് ഉമ്മാർക്കും അവനാന്റെ കുട്ടികൾ തിന്നണില്ല എന്ന് തന്നെയാണ് പറയാ, തീറ്റെടുക്കാൻ വേണ്ടി ടോണിക്ക് എഴുതിക്കുക. അപ്പൊ അങ്ങനെ ഒരു ശൈലിയാണ്. ഇപ്പൊ കുട്ടികളോടൊക്കെ എന്താ പറയാ, ഇപ്പൊ തിന്നോ, കുറച്ച് കഴിഞ്ഞാൽ പ്രമേയമൊക്കെ വരും, അപ്പൊ തിന്നാൻ പറ്റൂല. അങ്ങനെയൊക്കെ ഉണ്ട് സഹോദരങ്ങളെ. കുറച്ച് കഴിഞ്ഞ് പ്രമേയം വരും വിചാരിച്ചാണ്ട് ഇപ്പൊ ആരെങ്കിലും തിന്നോ? ഇത് തിന്നണ്ട പ്രായമാണ്. അങ്ങനെ ഒരു പ്രായമൊന്നുമില്ല, തിന്നണ്ട പ്രായം. അങ്ങനെ തീറ്റിക്കുക, ആ ഒരു ശൈലി നമ്മൾ വീട്ടിൽ നിർത്തണം. അതേപോലെ തന്നെ ബേക്കറി. ഇപ്പൊ പണ്ട് ആളുകളൊക്കെ അറ്റാക്ക് ആയിട്ട്, പണ്ടൊക്കെ നെഞ്ചുവേദനയായിട്ട് ഒരാൾ കാഷ്വാലിറ്റിയിൽ വരുമ്പം ഞാനൊക്കെ MBBS പഠിച്ച 1990-96 കാലഘട്ടത്തിലാണ്. അന്നൊക്കെ ഒരാൾ കാഷ്വാലിറ്റിയിൽ നെഞ്ചുവേദനയായിട്ട് വന്നാൽ ഒരു 40 വയസ്സിന്റെ മുകളിലുള്ള ആൾക്കാർക്ക് ECG എടുക്കുള്ളൂ. പിന്നെ അതൊക്കെ ചോദിച്ചറിഞ്ഞ് എവിടെയാണ് വേദന, നെഞ്ചിന്റെ ഏത് ഭാഗത്താണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ECG എടുക്കുക. എന്നാ ഇന്ന് 10-12 വയസ്സിലൊരു കുട്ടി നെഞ്ചുവേദന എന്നാൽ ECG എടുക്കും. കാരണം എന്താ വെച്ചാൽ കുട്ടി തിന്നണത് അങ്ങനെയാണ്. ഒരു കോഴി ഒന്നായിട്ടൊക്കെ തിന്ന ചൊവ്വായ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതേമാതിരി തവാഫ് കോഴി തിരിഞ്ഞ് കോഴി ഇങ്ങനെ തിരിയണം, അത് അതേമാതിരി കൊണ്ടേ വെക്കുക ചെയ്യാം. പണ്ടൊക്കെ ഒരു കോഴി തിന്നാനുള്ള പ്രയാസം എത്രയെന്ന് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം. ആരെങ്കിലും ഒരു അളിയാക്കൊക്കെ പെരയ്ക്ക് വിരുന്ന് വരുമ്പോഴാണ് ആകെ കോയിനെ ഇറക്കുക. അതന്നെ നാടൻ കോയിനെ കൂട്ടുന്ന രാവിലെ തന്നെ തുറന്നു വിട്ട കോയിനെ രണ്ടാമത് അതിനെ പിടിച്ചണമെങ്കിൽ ഭയങ്കര പണിയാണ്. അതിന്റെ പിന്നാലെ പായാണ്ടെന്ന ഒരു 4-5 ആൾക്കാർ കൂടി പാഞ്ഞ് ആ കോയി ഒന്നായിട്ട് ലാസ്റ്റ് ക്ഷീണിച്ച് അങ്ങനെ പിടിക്കുക. അത് പിടിക്കാൻ തന്നെ 2 കോയി തിന്ന എനർജി പോയിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ ആ കുറക് 2-3 പീസാക്കിയിട്ട് ഒരു കഷ്ണം ആകെ കിട്ടും നമുക്ക്. ഇന്ന് ആൾക്കാർ ഒരു കോയി ഒന്നായിട്ട് തിന്നണ്, 1-2 എന്നല്ല, തിന്നണീനൊരു കണക്കില്ല. അതും ഈ ഇപ്പൊ നിങ്ങൾ നോക്കി, ഇവിടുന്ന് നിങ്ങൾ എങ്ങനെ പോയാലും മലപ്പുറം ജില്ല മലബാർ പ്രദേശം കഴിയോളം ഒരു ബസ് സ്റ്റോപ്പ് മുതൽ അടുത്ത ബസ് സ്റ്റോപ്പ് വരെ നോക്കിയാൽ 1-2-3 ഫാസ്റ്റ് ഫുഡ് ഉണ്ടാവും. ആരും നഷ്ടത്തിലല്ല, എല്ലാവരും ലാഭത്തിലാണ്. ആരതൊക്കെ തിന്നണേ? ഇവരൊക്കെ പെരിയിൽ വേറെ ഉണ്ടാക്കുന്നുണ്ട്, ഇവരൊക്കെ പെരിയിൽ വേറെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, ഇവര് വരും വിചാരിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ അമിതമായി നമ്മളെ നാട്ടിലെന്താണ് ഇത്ര കിഡ്നി രോഗികൾ എന്നൊക്കെ ചോദിക്കും. നമ്മളെ നാട്ടിൽ മാത്രമേ എന്തുള്ളൂ, അമിതമായി ഇതേപോലെ റോഡ് സൈഡിൽ ഭക്ഷണങ്ങൾ കാണും. നിങ്ങൾ പാലക്കാടൊക്കെ പോയി നോക്കി, ഒരു മനുഷ്യൻ മരിപ്പ് കഴിഞ്ഞാൽ തിന്നും കൂടി ഇല്ല, തിന്നാനൊരു സ്ഥലം തിരഞ്ഞാണെങ്കിൽ കിട്ടൂല. ഏതൊരു ടൗണിലൊരു ഹോട്ടൽ ഉണ്ടെങ്കിലല്ലാതെ ആകെ ഉണ്ടാകും ഒരു ചായപ്പൊടിയും കുറെ നുറുക്കും ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളവിടെ നോക്കി നിങ്ങൾ രാത്രി 1 മണി വരെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തിന്നാൻ കിട്ടും റോഡ് സൈഡിൽ. അപ്പൊ അതുകൊണ്ട് അതേപോലെ തന്നെ ബേക്കറി. പണ്ടൊക്കെ ബേക്കറി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആരെങ്കിലുമൊക്കെ ഒന്ന് വിരുന്ന് വന്നിട്ട് വേണം ആ ബേക്കറി പാത്രം മഞ്ചിന്ന് ആ നേരത്തെ പൊന്തുള്ളൂ, പിന്നെ കാണാൻ തന്നെ കിട്ടൂല. ആ നേരത്തെ അവിടെ ഹാജരുള്ളവർക്കൊക്കെ എന്തെങ്കിലും കിട്ടും. എന്നാ ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് എല്ലാ വീട്ടിലും ബേക്കറി എണ്ണാണ്, ഓരോ ബസ് സ്റ്റോപ്പിലും ബേക്കറിയാണ്. ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ കൂൾബാറും ബേക്കറിയാ തുടങ്ങുക. എന്നിട്ട് എല്ലാവരും പണ്ട് മിഠായി എന്നൊക്കെ പറഞ്ഞാൽ സ്കൂൾ പൂട്ടുമ്പോൾ എന്തെങ്കിലും പൈസ ഇട്ടല്ല, യുവജനോത്സവത്തിനൊക്കെ നമുക്ക് മിഠായിക്ക് പൈസ ഇട്ടാ. ഇന്ന് ഗൾഫിൽ നിന്ന് വരുമ്പോ പാക്കറ്റാ കൊണ്ടുവരും, 1-2 അല്ല, ഇരുന്ന് തിന്നാണ് കുട്ടികൾ പാക്കറ്റ് ചോക്ലേറ്റ്. അത് ഒരു മുട്ടായി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബിരിയാണിന്റെ അത്ര എനർജി ഉണ്ട്. ഫഡ്ജ് എന്നൊക്കെ പറഞ്ഞാൽ മുട്ടായി ഉണ്ട്, ഇപ്പൊ ഒരു പശുവിന്റെ ഒക്കെ ചിത്രമുള്ള അതിന്റെ ഒക്കെ 4 മുട്ടായി എന്നാൽ തന്നെ പിന്നെ ഒരു ബിരിയാണി തിന്നേണ്ട ആവശ്യമില്ല, അത്രയും എനർജി ഉണ്ട്. അത് കുട്ടികൾ 4, 5, 8, 10 ഇരുന്ന് തിന്നാണ്. എന്നാ പണ്ടത്തെ പോലെ ഓട്ടോ ചാട്ടോ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ കൾച്ചർ തന്നെ
തീരെ ശരീരമിളകാതെ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ഒരു ശൈലിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് നോക്കി എത്ര നമ്മളൊക്കെ ചെറുപ്പത്തിൽ കാരനോല ട്രൗസറാണ് നമ്മൾ ഇടുക തന്നെ. നമുക്കൊരു ട്രൗസർ കിട്ടൂല, വേട്ടന്മാരുടെ ട്രൗസർ മൂത്താപ്പാന്റെ കുട്ടികളുടെ ട്രൗസറാണ് നമുക്ക് കിട്ടുക. അത് എങ്ങനെയാലും മുറുകി നിൽക്കൂല. അത് പിന്നെ മടക്കി കുത്തിയിട്ടും കയറിട്ടിട്ടൊക്കെ നിർത്തുക ചെയ്യുക. ഇന്ന് നോക്കി എല്ലാവരും മെലിഞ്ഞിട്ടുണ്ടാവും. എല്ലാ കുട്ടികൾക്കും ഇവിടെ അങ്ങനെ 2 പേരുണ്ടാവും മൂക്കുന്നൊലിച്ച്, ഒരുവിധം കുട്ടികൾക്കൊക്കെ. ഇന്ന് അങ്ങനത്തെ ഒരു കുട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല മൂക്കുന്നൊലിച്ചിനെ. അതേമാതിരി എല്ലാവരും മെലിഞ്ഞ കുട്ടികളേക്കാരം. എല്ലിങ്ങനെ വാരിയെല്ലൊക്കെ എണ്ണാൻ പറ്റും പണ്ടത്തെ കാലത്ത് കുട്ടികളവിടെ. ഇന്ന് ഒരു കുട്ടിന്റെ എല്ലാം നിങ്ങൾക്ക് കാണൂല, നോക്കി ഒക്കെ അങ്ങനെ തടിച്ച് ചേർത്താൻ നിൽക്കും. അപ്പൊ ഇതൊരു ശൈലിയായി ഇത് വളർന്നു വരികയാണ്. അപ്പൊ അതിൽ നമുക്ക് വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകൾക്കൊക്കെ അതിൽ പങ്കുണ്ട്. വിശക്കുണ്ടെങ്കിൽ തിന്നാൻ കൊടുത്താൽ മതി, അല്ലെങ്കിൽ അമിതമായി തീറ്റിക്കേണ്ട ഒരു കാര്യമില്ല. ഇനിയും തിന്നോ. പണ്ട് എന്റെ പേരിലൊക്കെ ഒരു തരം ഭക്ഷണമേ സാധാരണ ഉണ്ടാക്കുള്ളൂ. ഇന്നിപ്പോ ഏത് പെരി പോയാലും എത്ര പൈസ ഇല്ലാത്തവരാണെങ്കിലും 2-3 ഐറ്റംസ് രാവിലെ ഉണ്ടാവും. അത് പുട്ട് വേണ്ടവർക്ക് പുട്ടുന്ന, ദോശ ഹോട്ടൽ മാതിരിയാണ് എല്ലായിടത്തും. കാരണം ഓനെ പറ്റൂല, ബന്നിതേ പറ്റുള്ളൂ. അപ്പൊ എല്ലാം ഉണ്ടാക്കുക. പണ്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കുക, എല്ലാവരും തിന്നാൻ പറ്റാത്തവർ തിന്നൂല. അയച്ച് 2ാമതൊരു ഐറ്റം ഒന്നും ഒരു സ്ഥലത്ത് ഉണ്ടാക്കൂല. അങ്ങനെ തീറ്റിക്കുന്ന ഒരു ഇപ്പൊ കല്യാണത്തിൽ ചെന്നാലും നിങ്ങൾ നോക്കി ഒരു ബിരിയാണി കപ്സ. പണ്ടൊക്കെ ആകെ തേങ്ങാച്ചോറും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബിരിയാണി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് ബിരിയാണി കപ്സ 2-3 റൈസ് ഐറ്റംസ് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ ഇരുന്ന് അങ്ങനെ തിന്നാണ്. എന്നിട്ട് എന്നാൽ ഈ തിന്നാൻ കൊണ്ടുവന്നിട്ട് എന്താണ്, നമുക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ തിന്നു പോകാനാണ്. ഇത് അങ്ങനല്ല, ഇതെല്ലാം തിന്നാൻ വേണ്ടി ആൾക്കാർ ഇതിനൊന്നിടും. എല്ലാം ആദ്യം ടെസ്റ്റ് ചെയ്യും ചില ആൾക്കാർ. എന്നിട്ട് ഇഷ്ടമുള്ളത് പിന്നെ കുറെ തിന്നും. എന്നിട്ട് പിന്നെ നീക്കാൻ നേരത്ത് പിന്നെ ഒരു പോകല്ലേ വെച്ച് പിന്നെയും കളിച്ചു. അങ്ങനെ അങ്ങോട്ട് തിന്ന് മുതലാക്കുക. അങ്ങനെ കൾച്ചറാണ് ഇവിടെ ഉണ്ടായി വരുന്നത്. അപ്പൊ അത് വളരെ അപകടകരമായ, അതുകൊണ്ട് നിങ്ങൾ പോയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അസുഖം തന്നെയാണ്. ഏത് അസുഖം എടുത്താലും അതിന് പരിഹാരം എന്താണ്? ഭക്ഷണം കുറക്കണേ. ഈ അസുഖങ്ങൾക്കൊക്കെ ഉള്ള പരിഹാരമായി പറഞ്ഞ എന്താണ്? അമിതമായി ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കൾച്ചർ നമ്മൾ തന്നെ വീട്ടില് ഈ ബേക്കറിയും ഇതൊക്കെ നമ്മൾ തന്നെ ആ ഒരു കൾച്ചർ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ വാപ്പാക്ക് പ്രമേയം ഉണ്ടായാലും മക്കൾക്ക് പ്രമേയം ഉണ്ടാവും. അത് സഹോദരങ്ങളെ ഒരു ജനിതക പ്രശ്നം കൊണ്ട് മാത്രമല്ല, അങ്ങനെ നമ്മളതിന് മനസ്സിലാക്കരുത്. വാപ്പാക്ക് പ്രമേയം ഉണ്ടായാൽ മക്കൾക്ക് പ്രമേയം ഉണ്ടാകുന്ന ആ വാപ്പാന്റെ മോനായതുകൊണ്ട് മാത്രമല്ല, ആ വാപ്പാന്റെ അതേ തീറ്റ സ്വഭാവക്കാരൻ മോനുണ്ടാകുക അതുകൊണ്ട് കൂടിയാണ്. ഇപ്പൊ ചില ആൾക്കാർ കല്യാണം ആലോചിക്കുമ്പോ പറയും എങ്ങനെ ഉണ്ട് ചോദിച്ചാൽ ഞാൻ പറയാം, ആ വാപ്പാനൊന്ന് പോയി നോക്കിക്കളയണം. അതേമാതിരി ഉണ്ടാകുക. വാപ്പ ചൂടനാണെങ്കിൽ മക്കളും 99% ചൂടന്മാരേക്കാരം. അപ്പൊ ആ ഒരു ഭക്ഷണത്തിന്റെ ശൈലി, ഇപ്പൊ ആ വീട്ടിൽ ആ വാപ്പാന്റെ ഒരു ഭക്ഷണ രീതി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് മക്കളും വളർത്തപ്പെടുക. അപ്പോ അതുകൊണ്ടാണ് ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. അതല്ലാതെ ഒരു മകനായി എന്നതും കൊണ്ട് മാത്രം പ്രമേയം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചാൽ നമുക്ക് പ്രമേയമില്ല. നമ്മൾ വാപ്പാക്ക് പ്രമേയം ഉണ്ടായി നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യാം, ഒരു പരിധിവരെ പ്രമേയം ഇല്ലാതാക്കാനും ഉണ്ടെങ്കിൽ തന്നെ നിയന്ത്രിക്കാനും നമുക്ക് പറ്റും. ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കും, എപ്പോ ഷുഗർ നോക്കിയാലും ഷുഗർ കൂടുതലേക്കാരം. അപ്പോൾ എന്താ പറയലോ, അത് ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു, പായസം കുടിച്ചാന്നല്ലോ. അത് ചക്കക്കാലം മാങ്ങാക്കാലം പറയും, ഞാൻ ഇന്നലെ ചക്ക നീനു മാങ്ങ നീനു അതുകൊണ്ടാണ് ഷുഗർ കൂടുതലെന്ന്. അപ്പൊ സഹോദരങ്ങളെ, ഈ ചക്കയും മാങ്ങി തിന്നണ്ടെന്ന് പറയില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, രാത്രി തിന്നണ്ട 2 ചപ്പാത്തിക്ക് പകരം ഒരു 10 വരിക്ക ചക്കച്ചോളം തിന്നോളി. അത് തിന്നൂല, ചപ്പാത്തിന്റെ മേലാണ് ഈ ചക്ക കൊണ്ടുപോയി തിന്ന്. അപ്പൊ ഇത് മൊത്തത്തിലുള്ള ഈ കാലറി നമ്മൾ കുറക്കുക എന്നാണ് ഇതിന്റെയൊക്കെ പരിഹാരമായിട്ട് പറയാനുള്ളത്.